മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ഭിന്നശേഷി സംവരണം മെഡിക്കൽ ബോർഡ് അട്ടിമറിക്കുന്നതായി പരാതി. കേന്ദ്ര സർക്കാർ നൽകുന്ന കാർഡിലുള്ളതിനേക്കാൾ ശതമാനം കുറച്ചു കാട്ടിയാണ് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതി. ഇതുമൂലം നിരവധി വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പ്രവേശനത്തിൽ സംവരണം നഷ്ടപ്പെട്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഇത് ആമിന ദിൽസ. 40% ഭിന്നശേഷിക്കാരിയാണ് ഈ വിദ്യാർത്ഥിനി. കേന്ദ്ര സർക്കാരിന്റെ കാർഡിലും അത് വ്യക്തം. എന്നാൽ കീമിന്റെയും നീറ്റിന്റെയും ഭിന്നശേഷി പരിശോധനയിൽ ആമിന ദിൽസയ്ക്ക് ഭിന്നശേഷി വെറും 16% മാത്രമാണ്. ആമിന ദിൽസയ്ക്ക് മാത്രമല്ല, ഇത്തരത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് സർക്കാരിന്റെ കാർഡിനുള്ളതിനേക്കാൾ കുറവ് ഭിന്നശേഷി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഒരു പരാതി കൊടുക്കാൻ പോലും നടക്കാൻ കഴിയുന്നില്ല. പാവപ്പെട്ട കുട്ടികളെ 2 കാലും ഇങ്ങനെ വളഞ്ഞ കുട്ടികളൊക്കെ കരഞ്ഞിട്ടാ പോകുന്നത്. 87 സീറ്റുകളാണ് കേരളത്തിൽ മാത്രം ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ പ്രവേശനത്തിന് സംവരണമുള്ളത്. ഇതിൽ 51 സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തിക്കഴിഞ്ഞതായും അർഹരായ വിദ്യാർത്ഥികളെ ഒഴിവാക്കിയെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കൂടുതൽ ഒരു കുട്ടിയുണ്ട്, ചെവിന് കുറച്ച് കേൾവി പ്രശ്നമല്ല. ആ കുട്ടീനോട് അവർ പറയാ, നീ അഭിനയിക്കുകയല്ലേ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ആ രീതിയിലൊക്കെ പറയുന്നത്. പിന്നെ എന്നോട് പറഞ്ഞാൽ നിനക്ക് കൈയൊക്കെ നിവർത്താൻ പറ്റുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ കൂടുതലുള്ളവരോട് അങ്ങനെ പറയുന്നത്. ഒരു കുട്ടിയുണ്ട്, അവളോട് പറയുന്നത് നിനക്ക് വേദനയല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഓരോരുത്തരെങ്ങനെ എങ്ങനെ നോക്കി തീർക്കണ്ടേന്ന് വെച്ച് നോക്കി ഓരോരുത്തർ ഒഴിവാക്കി വിടുക. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഭിന്നശേഷി കാർഡിലുള്ളതാണ് ഇവരുടെ യഥാർത്ഥ ഭിന്നശേഷി എന്നാണ് ഭിന്നശേഷി കമ്മീഷണർ പറയുന്നത്. അതിൽ നിന്നും ഭിന്നശേഷി കുറച്ചു കാണിക്കാൻ മെഡിക്കൽ ബോർഡിന് അധികാരമില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. എന്നാൽ മാനദണ്ഡ പ്രകാരമാണ് മെഡിക്കൽ ബോർഡ് പരിശോധന നടത്തിയതെന്നും ബോർഡിന്റെ തീരുമാനമാണ് കണക്കിലെടുക്കുകയെന്നുമാണ് എൻട്രൻസ് കമ്മീഷണറുടെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.